ഒരു ഈ നെക്ക് പീസും ഈ മൊത്തം സെറ്റും ഞാൻ എടുത്തേക്കുന്നത് ഐന്ദ്രികയെന്നാണ് കേട്ടോ. ഈ ഒരു പേളൊക്കെ ഞാൻ ഇന്നലെ ഇരുന്ന് മെനക്കെട്ട് ഞാൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. യെസ്, അതാണ്. അല്ല, ഇതാണ് മുമ്പെല്ലാം. ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഓണമൊക്കെ വരുമല്ലേ, അപ്പോൾ ഓണത്തിന് ഒരു ഫോട്ടോഷൂട്ട് നിർബന്ധമാണല്ലോ. അപ്പൊ ഇത്തവണത്തെ ഫോട്ടോഷൂട്ട് എനിക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് എനിക്ക് ചെയ്യണം തോന്നി. ഇത്തവണത്തെ ഫോട്ടോഷൂട്ടിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഞാൻ ഇത്തവണ അമ്മയുടെ കൂടെയാണ് ഫോട്ടോഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഓണത്തിന് വേണ്ടിയിട്ടുള്ള 2 സാരി എടുക്കാൻ വേണ്ടിയിട്ട് ബാലരാമപുരത്ത് പോവാണ്. അപ്പോൾ അവിടെ നിന്നാണ് സെറ്റ് സാരി, അവിടെ നിന്ന് എടുത്താലേ ഒരു തൃപ്തിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ പോയി എടുത്തിട്ട് വന്നിട്ട് കാണാം. കേരള ഹാൻഡ്ലൂംസിൽ നിന്നാണ് ഞാൻ 2 സാരി എടുത്തത്. എനിക്കും അമ്മയ്ക്കും എടുത്തു. അപ്പോൾ എനിക്ക് ഈ സാരി ഒന്ന് വരയ്ക്കണം ഇതിൽ. അപ്പോൾ ഞാൻ ആ വരച്ചിട്ട് ഉള്ളതാണ് ഞാൻ ഉടുക്കാനായിട്ട് ഞാൻ ആലോചിക്കുന്നത്. ഹലോ, ഇന്ന് നമ്മുടെ ഫോട്ടോഷൂട്ടാണ് കേട്ടോ. ഒരുങ്ങി ഇരുന്ന് ലാസ്റ്റ് ഉത്രാടത്തിന്റെ തലേന്നാണ് നമ്മൾ ഫോട്ടോഷൂട്ട് ചെയ്യാന്ന് പ്ലാൻ ചെയ്തത്. കുറേ കാര്യങ്ങളുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഡിലേ വന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്ന് ഫോട്ടോഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്, അപ്പം ഞാനും അമ്മയും കൂടിയിട്ടാണല്ലോ ഫോട്ടോഷൂട്ട്. അപ്പോൾ നമുക്ക് ഇന്ന് മേക്കപ്പ് ഒക്കെ ചെയ്യാനായിട്ട് വരുന്നത് സൗമ്യ എന്ന് പറഞ്ഞിട്ട് നെയ്യാറ്റിൻകരയുള്ളൊരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ് വരുന്നത് കേട്ടോ. അപ്പം ഞാൻ വന്നതിന് ശേഷം ഉള്ള വീഡിയോസ് ഞാൻ കാണിക്കാവേ. സോ ഇന്നത്തെ എൻ്റെ ഫോട്ടോഷൂട്ടിൻ്റെ അറ്റയർ എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ അന്ന് ബാലരാമപുരത്ത് പോയി വാങ്ങിച്ച ആ സെറ്റ് സാരി ഞാൻ പെയിന്റ് ചെയ്യിച്ചു. അതായത് ഞാൻ സൺഫ്ലവർ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഉദ്ദേശിച്ചതെന്നല്ല, അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് സൺഫ്ലവർ ഞാൻ ഹാഫ് വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. ഫുള്ളായിട്ട് പൂ അങ്ങനെ തന്നെ വരച്ചിട്ടില്ല. അപ്പോൾ ഞാനത് ഹാഫ് പോലെ വെച്ചിട്ട് ഞാൻ അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് ഉടുക്കുമ്പോഴത്തേക്കും മനസ്സിലാവും ഇതിൻ്റെ എവിടെയൊക്കെയാണ് ആ ഒരു ഡിസൈൻ വന്നിട്ടുള്ളതെന്ന്. പിന്നെ ബ്ലൗസ് വന്നിട്ട് ഞാൻ പ്ലെയിൻ ഒരു ഇതെടുത്ത് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ഒരു പേളൊക്കെ ഞാൻ ഇന്നലെ ഇരുന്ന് മെനക്കെട്ട് ഞാൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. എനിക്ക് എന്തോ പെട്ടെന്ന് ഞാനത് പ്ലെയിൻ ആയിട്ട് ചെയ്യാം, വേറെ എന്ത് ചെയ്യാം എന്ന് ആലോചിച്ച് അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും എനിക്ക് തോന്നി ഇതിലൊരു പേൾ വെക്കാമെന്ന്. അങ്ങനെ വെച്ചതാണ്. അപ്പോൾ ഇടുമ്പോഴത്തേക്കും അതും കാണാം എങ്ങനെയുണ്ടെന്ന്. പിന്നെ നമ്മുടെ ഓർണമെന്റ്സ്, ഈ ഈ നെക്ക് പീസും ഈ മൊത്തം സെറ്റും ഞാൻ എടുത്തേക്കുന്നത് ഐന്ദ്രികയെന്നാണ് കേട്ടോ. കമ്മലൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പീസാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവരുടെ ആ ഒരു കളക്ഷൻ. അപ്പോൾ അതും നല്ല ഭംഗിയുണ്ട്. സോ അതൊക്കെയാണ് എൻ്റെ ഒരു ഓണം ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് റെഡിയായിട്ട് ഇതെങ്ങനെയുണ്ട് എന്ന് കാണാം. ഇനി നമുക്ക് അമ്മയുടേത് എന്താണ് എന്നും കൂടി ഞാനൊന്ന് കാണിച്ചു തരാമേ. അപ്പോൾ ഇതാണ് അമ്മയുടെ സെറ്റ്. എൻ്റെ ഇതിൽ സൂര്യകാന്തി വരച്ചപ്പം ആകെ ഒരു കൺഫ്യൂഷനായിരുന്നു, അമ്മയുടെ ഇതിൽ എന്ത് വരയ്ക്കും. അപ്പോൾ എനിക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഇരിക്കുകയും വേണം, എന്നാൽ ഭംഗിയുള്ള എന്തെങ്കിലും ഒരു പൂ വരയ്ക്കണം, അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നോക്കി വന്നപ്പോഴത്തേക്കും ശരി ചെമ്പരത്തി വരയ്ക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ പ്ലാൻ ചെയ്ത സമയത്ത് അത് കുറച്ച് യുണീക്കായിരുന്നു. പക്ഷേ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് പോപ്പുലറായി. അപ്പോൾ എന്തായാലും വരച്ചു. അപ്പം വരച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഭംഗിയുണ്ട്. എൻ്റെത് കുറച്ച് വലിയ പൂവാണ്, അമ്മയുടേത് കുറച്ച്
ചെറിയ പൂവാണ്, അങ്ങനത്തെ രീതിയിലാണ്. അപ്പോൾ ഇതിനകത്ത് ഉള്ളിൽ കുറച്ച് പൂക്കൾ വരുന്നുണ്ട്, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അത് ഉടുക്കുമ്പം കുറെ കൂടി നല്ല രീതിയിൽ മനസ്സിലാവും. അപ്പോൾ സെയിം തന്നെയാണ് ഓർണമെന്റ്സിന്റെ കാര്യത്തിലും കേട്ടോ. ഞാൻ എൻ്റെ ഓർണമെന്റ്സ് എടുത്ത സ്ഥലത്തു നിന്ന് തന്നെയാണ് ഞാൻ അമ്മയുടേതും എടുത്തത്. ഈ ഒരു ഹരം ചെയിൻ വന്നിട്ട് എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നേ അത്. പിന്നെ അമ്മയ്ക്ക് ഞാൻ 2 സിമ്പിൾ വളകളാണ് എടുത്തത്. എൻ്റെത് ഞാൻ എക്സ്ട്രാ ഒരു 2-3 വളകൾ കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇട്ട് നോക്കിയിട്ട് നമുക്ക് എന്ത് സെറ്റാവുന്നോ അങ്ങനെ ആ രീതിക്കാണ് ഞാൻ എടുത്തത്. പിന്നെ അമ്മയ്ക്ക് ഞാൻ എടുത്ത കമ്മൽ വേറെയായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് ആ ഒരു ടൈപ്പ് അമ്മ യൂസ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു ടെമ്പിൾ ജ്വല്ലറിയുടെ ഒരു കമ്മൽ കൊടുത്ത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ബ്ലൗസ് എൻ്റെതുപോലെയല്ല, അമ്മയുടേത് വേറൊരു പാറ്റേണിൽ ചെയ്തു. അങ്ങനെ മൊത്തത്തിൽ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു ഓണം ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ കംപ്ലീറ്റ്ലി ഒന്ന് റെഡി ആയതിനു ശേഷം നമുക്ക് കാണാവേ. ഇന്നലെ നമ്മൾ റെഡി ആയിട്ട് ഒരു ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സെയിം സാരിയിൽ തന്നെ വേറൊരു ലുക്ക് ട്രൈ ചെയ്യണം എന്ന് തോന്നിയിട്ട് ഞാൻ ഇന്ന് ഉത്രാടമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ അതിന് വേണ്ടിയിട്ട് റെഡിയാവാൻ പോവാണ്. അപ്പോൾ ആ സെക്കൻഡ് ലുക്ക് എങ്ങനെയിരിക്കും, സെയിം സാരിയിൽ ആ സെക്കൻഡ് ലുക്ക് എങ്ങനെയിരിക്കും എന്ന് നമുക്ക് റെഡി ആയിട്ട് കാണാം. ഓക്കെ, എൻ്റെ കൂടെ അമ്മയുണ്ട് കേട്ടോ. അപ്പം 2 ലുക്ക്. യെസ്, അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വന്നിട്ട്. ഇന്നത്തെ നമ്മുടെ ഫോട്ടോഷൂട്ട് പരിപാടികളൊക്കെ കഴിഞ്ഞു. ഞാൻ ഇന്ന് 2 ലുക്ക് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരെണ്ണം ഞാൻ കാണിക്കാൻ മറന്നുപോയി. ഞാൻ ഫോട്ടോ കാണിക്കാം. എന്താ ഇപ്പോൾ വരുന്ന ഫോട്ടോ അതായിരുന്നു ഇന്നത്തെ ഫസ്റ്റ് ലുക്ക്. ഇതിപ്പോൾ സെക്കൻഡ് ലുക്ക്. ഇപ്പം നമ്മുടെ ഓർണമെന്റ്സ്, നല്ല ബ്യൂട്ടിഫുൾ ഓർണമെന്റ്സ് ഞാൻ എടുത്തത് ഐന്ദ്രിക എന്ന് പറയുന്ന ഷോപ്പിൽ നിന്നായിരുന്നു കേട്ടോ. അവരുടെ ആയിരുന്നു ഈ ഓർണമെന്റ്സ്. അങ്ങനെ മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. ഓണമൊക്കെ ഏതാണ്ട് തീരാറായി. ഫോട്ടോഷൂട്ട് പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്തത് സദ്യയൊക്കെ കഴിക്കണം. അങ്ങനെ കൊച്ചു കൊച്ചു പരിപാടികളൊക്കെ ആയിട്ട് പോവുകയാണ്.